ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ടോ, നമ്മുടെ അയ്യപ്പൻ്റെ സ്വന്തം വണ്ടിയാണ് കേട്ടോ. ആ വണ്ടിയിൽ നിന്ന് അയ്യപ്പൻ ഇറങ്ങി വരുന്ന വരവ് കണ്ടോ മക്കളെ. അപ്പം നമ്മുടെ ഉത്സവ പ്രേമികൾക്ക്, ആനപ്രേമികൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് നമ്മൾ ക്ഷണിച്ചിരുന്നത്, നമ്മൾ കൊണ്ടുവന്നത് ഈരാറ്റുപേട്ട അയ്യപ്പനായിരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ സ്വന്തം വണ്ടിയിൽ വന്നിറങ്ങുന്നതാണ്. നല്ല ഹൈ സെറ്റപ്പുള്ള വണ്ടിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ സെറ്റപ്പിൽ നമ്മുടെ ആനകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നൊക്കെ അറിയുന്നത്. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആന നമ്മുടെ വെളുപ്പിനായിരുന്നു അവിടെ എത്തിയത്. അയ്യപ്പൻ വെളുപ്പിനെത്തി, നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സ്വീകരണമൊക്കെ കൊടുത്ത് അയ്യപ്പൻ്റെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ അയ്യപ്പൻ മടങ്ങി പോവുകയും ചെയ്തു. വരവേൽപ്പും എതിരേൽപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ രാത്രി തന്നെ അയ്യപ്പൻ മടങ്ങി പോകാൻ വേണ്ടി വന്നതാണ്. റോഡിൽ വെയിറ്റ് ചെയ്യാണ് അയ്യപ്പൻ്റെ വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടി മറ്റേ ഗ്രൗണ്ടിലിട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്ന് വണ്ടി റോഡിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഭയങ്കര ആനപ്രേമികളാണ് കേട്ടോ. കുറേ പേര് അവിടെ നിന്ന് കരയുന്നുണ്ട്. കാരണം ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മുടെ അയ്യപ്പനോട് നാട്ടിൽ വരുന്നത്. നമ്മൾ അത്രയും ഭയങ്കര കഷ്ടപ്പെട്ട് അത്രയും ആനപ്രേമികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മുടെ അയ്യപ്പനെ പോലെ ആനകളെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അയ്യപ്പൻ പോകുന്ന നോക്കി എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പിള്ളേരടക്കം എല്ലാവരും ഉണ്ടായിരുന്നു രാത്രിയിൽ. അപ്പോൾ അയ്യപ്പൻ്റെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അയ്യപ്പൻ സ്റ്റെപ്പൊക്കെ കയറി പോകും. നല്ല ഹൈ ക്ലാസ് വമ്പൻ സെറ്റപ്പിലാണ് ഈ വണ്ടി. ഇങ്ങനെ ഒരു വണ്ടി തന്നെ ഞാൻ ആദ്യമായിട്ട് കാണണം. ആനയ്ക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ സ്റ്റെപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ മെഷീൻ, ഓരോ സ്വിച്ചിൽ വരുന്ന വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറി നമ്മുടെ അയ്യപ്പൻ അല്ലെങ്കിൽ ആന അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരതുപോലെ തന്നെ അവിടെ എന്ന് വെച്ചാൽ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ആനയുടെ ഫ്രണ്ടിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി, തുമ്പിക്കൈ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിലും ഒരു തടി കഷ്ണം പോലെ വെച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ജസ്റ്റ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലോറിക്കൊക്കെ കയറി പോകുന്ന കണ്ടിട്ടുണ്ടെന്നല്ലാതെ, അന്നേരം പക്ഷേ ലോറിയിൽ ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെ ആനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഈ ആനയുടെ വണ്ടികളൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അയ്യപ്പൻ സേഫായിട്ട് വണ്ടിയിലേക്ക് കയറട്ടെ. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അയ്യപ്പനെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാനും ബൈ പറയുന്നു. ബൈ.